വേനൽ അവധിക്ക് വീട് പൂട്ടിപ്പോയതിനു പിന്നാലെ വീട്ടിലുണ്ടായിരുന്ന 42 പവൻ കള്ളൻ കൊണ്ടുപോയി. വിളപ്പിൽശാല കാവിൻപുറം സ്വദേശി ജിസ്മി ജേക്കബിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട്ടിലെ 42 പവൻ സ്വർണ്ണാഭരണമാണ് മോഷണം പോയത്. ഞായറാഴ്ച രാത്രി 9-നും തിങ്കളാഴ്ച 6-നും ഇടയിലാണ് കവർച്ച നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. വിളപ്പിൽശാല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുൻവാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ശേഷം കിടപ്പുമുറിയിലെ അലമാര കുത്തി തുറന്നു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന കമ്മൽ, മാല, വളകൾ, കുട്ടികളുടെ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെ 42 പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിച്ചത്. സ്കൂൾ അവധിയായതിനാൽ തിരുമലയിൽ പിതാവിനൊപ്പമാണ് ജിസ്മിയുടെ താമസം. എല്ലാ ദിവസവും വീട്ടിലെത്തി പിതാവും ജിസ്മിയും ചെടി നനയ്ക്കാനെത്തും. പതിവ് പോലെ രാവിലെ 6 മണിയോടെ എത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്നതായി മനസ്സിലായത്. ശേഷം വിളപ്പിൽശാല പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സമാനമായ മോഷണ കേസ് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നിട്ടുണ്ട്. ചലച്ചിത്ര സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടന്ന സംഭവത്തിൽ പ്രതി പിടിയിലാവുകയും ചെയ്തു. ബീഹാർ സ്വദേശി മുഹമ്മദ് ഇർഷാദാണ് പിടിയിലായത്. എറണാകുളം സൗത്ത് പോലീസ് കർണാടകയിലെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ജോഷിയുടെ കൊച്ചിയിലെ വീട്ടിൽ നിന്നും 1 കോടിയിലേറെ രൂപയുടെ സ്വർണ്ണ വജ്രാഭരണങ്ങളാണ് പനമ്പള്ളി നഗറിലെ ബി സ്ട്രീറ്റിലുള്ള അഭിലാഷം വീട്ടിൽ നിന്ന് കവർച്ച ചെയ്തത്. വീടിന്റെ പിൻഭാഗത്തുള്ള അടുക്കളയുടെ അരികിലുള്ള ജനൽ തള്ളി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ വീട്ടിലെ CCTVയിൽ പതിഞ്ഞിരുന്നു. വീടിന്റെ മുകൾ നിലയിലെ 2 മുറികളാണ് മോഷണം നടന്നത്. സേഫ് ലോക്കർ കുത്തിത്തുറന്ന് 25 ലക്ഷം രൂപയുടെ വജ്ര നെക്ലേസ്, മാലകൾ, വളകൾ, 8 ലക്ഷം രൂപ വിലയുള്ള 10 വജ്ര കമ്മലുകൾ, 10 മോതിരങ്ങൾ, സ്വർണമാലകൾ, 10 വളകൾ, വില കൂടിയ 10 വാച്ചുകൾ തുടങ്ങിയവയാണ് മോഷണം പോയത്. ജോഷി, ഭാര്യ സിന്ധു, മരുമകൾ വർഷ, ഇവരുടെ കുട്ടികൾ എന്നിവരാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. മകനും സംവിധായകനുമായ അഭിലാഷ് ജോഷി സ്ഥലത്തില്ലായിരുന്നു. പുലർച്ചെ 5:30ഓടെ സിന്ധു ഉണർന്ന് അടുക്കളയിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.